Yes. Hello everyone. Welcome to Riles Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള യൂണിറ്റിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് MCQs നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഒരു ആവറേജ് ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഒറ്റ ഈ സിംഗിൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ഓപ്ഷൻ, അത് ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു പോവുകയല്ല. ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നു, അതിന്റെ ഓപ്ഷൻസ് തരുന്നു. ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിന്റെ ഡിസ്കഷൻ, അങ്ങനെ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 4 to 5 കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് വളരെ പ്രയോജനമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്ന ഒരു സെഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ പിന്നെ കൃത്യമായിട്ട് ഒരുപാട് പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് പേപ്പർ 1 ബന്ധപ്പെട്ടിട്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും ഇതിന്റെ പാർട്ട് 2, പിന്നെ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് യൂണിറ്റ്സിന്റെ MCQs നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീഡിയോ കണ്ടിട്ട് MCQs കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഓക്കെ ഒരു 10 ബിറ്റ്വീൻ 10 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് ടോപ്പിക്സുകൾ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ഈ MCQs കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടോപ്പിക്സുകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MCQസിന്റെ ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി ഞാൻ ആ കോഴ്സിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ ഇവിടത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതായിരിക്കില്ല. അപ്പം അത് ഇൻഡെപ്ത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ജസ്റ്റ് വീഡിയോസ്, ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസ് ചാനലിൽ നിങ്ങൾ പോയിട്ട് കണ്ടാൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ MCQs ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കേട്ട് പോകുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാതെ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ എഴുതാട്ടോ. ഓരോ ടോപ്പിക്സ് ആയിട്ട് എഴുതി. ഇപ്പം ഞാൻ ഇൻഡക്റ്റീവ് എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ ഇൻഡക്റ്റീവ് ചെയ്തിട്ട് ഇൻഡക്റ്റീവ് എന്താ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 4 ടോപ്പിക്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 4 ഓപ്ഷനും അതിന്റെ ഹെഡിങ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്ത് ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു 200 അറൌണ്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് അതിലൂടെ കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഐ സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ, സോ ഇതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which scientific method is a bottom up or generative approach? Okay, അതായത് ബോട്ടം അപ്പ് അപ്രോച്ച് ഈ പറയപ്പെടുന്നതിൽ ഏത് മെത്തേഡ് ആണ് ബോട്ടം അപ്രോച്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്, ഹൈപ്പോത്തിസിസ് ഉണ്ട്, പാറ്റേൺ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? ഞാൻ വീഡിയോ സ്ലോ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആൻസർ പോസ് ചെയ്തിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ആൻസറിലോട്ട് പോവാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. എന്താണ് ഡിഡക്റ്റീവ്, എന്താണ് ഇൻഡക്റ്റീവ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്. അത് വേണം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. സ്റ്റാർട്ട്സ് വിത്ത് തിയറി, ടെസ്റ്റ് യൂസിങ് ഡാറ്റ. നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരു തിയറി ഉണ്ടാവും. ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ തിയറി ശരിയാണോ എന്നുള്ളത് നമ്മൾ എന്താണ്, ഡാറ്റ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ തേർഡ് ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആ ന്യൂട്ടന്റെ തേർഡ് ലോ ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്, ഒരു ടെസ്റ്റ് നടത്തുകയാണ് ഡാറ്റ യൂസ് ചെയ്തു. ഇതാണ് എന്ത്, ഡിഡക്റ്റീവ് അപ്രോച്ച്. സ്റ്റാർട്ട്സ് വിത്ത് തിയറി, ടെസ്റ്റ് യൂസിങ് ഡാറ്റ. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള അപ്രോച്ച് ആണ്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആര്, ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഓക്കെ, ബോട്ടം അപ്പ്, താഴെയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന അപ്രോച്ച് ആണ്. നമ്മൾ ആദ്യം ഒരു ഒബ്സർവേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ആദ്യം ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ആ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും.
ആ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തിയറി പുതുതായിട്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ന്യൂട്ടൺ ചെയ്തത്. സി ന്യൂട്ടൺ തേർഡ് ലോ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് വഴിയാണ്. ആ ചെയ്തിട്ടുണ്ടായിരുന്ന തിയറി നമ്മുടെ ഡാറ്റയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? അത് ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഐ ഹോപ്പ് ദി കോൺസെപ്റ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈ കുറച്ച് ഡിഫിക്കൽട്ടായ ടേംസുകൾ എടുത്ത് ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കും. ഒബ്സർവിങ് റിപ്പീറ്റഡ് ഓൺലൈൻ ബൈയിങ്, ഫോർമിംഗ് എ തിയറി അബൌട്ട് ബിഹേവിയർ. ഈ ഓൺലൈൻ പർച്ചേസില് കസ്റ്റമർ ഓഫ്ലൈൻ പർച്ചേസും ഓൺലൈൻ പർച്ചേസും തമ്മിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഓൺലൈൻ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട ഒരു തിയറി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊപ്പൗണ്ട് ചെയ്യാണ്. അതാണ് ഈ പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു മെത്തേഡ് അല്ല, അല്ലെ? അതെന്താണ്? റിസർച്ച് പ്രോസസ്സിന്റെ ഒരു പാർട്ടാണ് ഹൈപ്പോത്തിസിസ്. നമ്മൾ എസ്യൂം ചെയ്യാം. ഓക്കെ, അസംഷൻ ആണ്. ഹൈപ്പോത്തിസിന്റെ വീഡിയോ ഞാൻ എന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് പാറ്റേൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ? അത് ഒരു റെക്കഗ്നൈസ്ഡ് അല്ലാത്ത സയന്റിഫിക് മെത്തേഡാണ്. അതായത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ, അങ്ങനത്തെ ഒരു ടേമേ ഇല്ല. ഓക്കെ, പാറ്റേൺ മെത്തേഡ് എന്ന് പറഞ്ഞ ടേമേ ഇല്ല. ഫൈൻ. കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. അപ്പൊ വിച്ച് സയന്റിഫിക് മെത്തേഡ് ഈസ് ബോട്ടം അപ്പ് ഓർ ജനറേറ്റീവ് അപ്രോച്ച്? ഓക്കെ, ബോട്ടം അപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ജനറേറ്റീവ്, അല്ലെ? ജനറേറ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്ത പാറ്റേണിലൂടെ തിയറി ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ജനറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? The method of drawing conclusion based on the observation of each and every instance of a population. Okay, നമ്മൾ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ, ഇതാണ് പോപ്പുലേഷൻ കേട്ടോ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഒബ്സർവ് ചെയ്യാണ്. ഒബ്സർവ് ചെയ്യുന്നു, ഒരു പോപ്പുലേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു. ഇത് എന്ത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്? എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ് ആണ് ചോദിക്കുന്നത്? സയന്റിഫിക് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡയലക്റ്റിക് മെത്തേഡ്. ഇതിൽ ഏതൊന്ന് ചോദിക്കുന്നത്? അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? നിങ്ങൾക്ക് വേണമെന്നൊരു പോസ് കേട്ടോ. എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ്, അല്ലെ? നേരത്തെ പറഞ്ഞതിന്റെ നേരെ എന്താണ്? നേരത്തെ നമ്മൾ ഇൻഡക്റ്റീവ് ആണ് പറഞ്ഞ ഫസ്റ്റ്. ഇൻഡക്റ്റീവ് ആണ്, അല്ലെ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷനില് ബ്രോഡ് പ്രോസസ് ഓഫ് റിസർച്ച് നോട്ട് സ്പെസിഫിക് ടു ഒബ്സർവ് എവറി ഇൻസ്റ്റൻസ്. ഓക്കെ, സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റിസർച്ച് മെത്തേഡ് സയന്റിഫിക്കലാകുക. അതെന്തല്ല, ഒരു മെത്തേഡ് അല്ല, അത് റിസർച്ച് മൊത്തം അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും സയന്റിഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? കൃത്യമായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ നമുക്കൊരു സയന്റിഫിക് റിസർച്ച് നടത്താൻ പറ്റുള്ളൂ. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് റിസർച്ചിന്റെ. ഈ മെത്തേഡുമായിട്ടൊരു ബന്ധമില്ല. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി ടു ടെസ്റ്റിംഗ് ആണ്. ഡസ് നോട്ട് റിലൈ ഓൺ ഒബ്സർവിംഗ് ഓൾ കേസ്. ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് ഓൾ ഇൻസ്റ്റൻസ്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, അതിൽ നിന്ന് ജനറലൈസേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അതിന് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡയലക്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ആർഗ്യുമെന്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്, നോട്ട് ഒബ്സർവേഷൻ ബേസ്ഡ് ജനറലൈസേഷൻ. നമ്മൾ ഡിബേറ്റിലൊക്കെ സംഭവിക്കുന്നതാണ് ഡയലക്റ്റിക് മെത്തേഡിൽ. ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു, അതിന്റെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടാവും. ഓക്കെ, അതെന്തല്ല ഒരു ഒബ്സർവേഷൻ ബേസ്ഡ് ആയിട്ട് ജനറലൈസ് ചെയ്യുന്നതല്ല. നമ്മൾ ആർഗ്യുമെന്റും അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ബേസ്ഡ് നമ്മളൊരു കാര്യത്തെ ജനറലൈസ് ചെയ്യുമ്പോൾ അതാണ് ഈ പറയുന്ന ഡയലക്റ്റിക് മെത്തേഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ്. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് തിയറി? ഒരു നല്ലൊരു തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, it is parsimonious, it is testable, it is generally enough to apply to different solution, all of the above. Okay, ഇത് പറയപ്പെടുന്നതിൽ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മറന്നു പറയാൻ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പം പറയുന്ന ഒരു ഫസ്റ്റ് കാര്യം എന്താ? ഗുഡ് ക്യാരക്ടർ നിങ്ങൾ കണ്ടുപിടിക്കാം. ഗുഡ് ക്യാരക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് മനസ്സിലാവില്ല. അതെന്ത് ചെയ്യാം? നമ്മൾ ശരിയിട്ട് വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നോട്ട് എ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബവ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് പാർസിമോണിയസ്. പാർസിമോണിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം. നല്ല തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിമ്പിൾ ആയിരിക്കണം, അല്ലെ?
ഒരു നല്ല ഇപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ ഭയങ്കര സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ഏത് മനുഷ്യനും ആ ലോജിക്ക് മനസ്സിലാവും അല്ലെ, ന്യൂട്ടന്റെ തേർഡ് ലോ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, റൈറ്റ്. അപ്പൊ ഒരു നല്ല തിയറി പാർസിമോണിയസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ടേം ഒക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ചോട്ടോ. ഈ UGC നെറ്റിന്റെ റീസെന്റ് ആയിട്ടുള്ള എക്സാംസിന്റെ ഒരു പാറ്റേൺ എടുത്ത് നമുക്ക് മനസ്സിലാവും. ടഫ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ, ജാർഗൻസ് കൂടുതലായിട്ട് ഓപ്ഷൻസിൽ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ടു മേക്ക് കാൻഡിഡേറ്റ് കൺഫ്യൂസ്, അത്രേ ഉള്ളൂ. അവരെ ഒരു കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ പാർസിമോണിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നുമില്ല, സിമ്പിൾ ആൻഡ് ക്ലിയർ എന്നുള്ള ഒരു വേർഡ് മീനിങ് ആണ്. ഓക്കെ, അതിൽ വലിയ കോംപ്ലക്സിറ്റി കാര്യം. ഓക്കെ, ഗുഡ് തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആണ്. ഇറ്റ് ഈസ് ടെസ്റ്റബിൾ, ഡെഫിനറ്റ്ലി അല്ലെ. ക്യാൻ ബി വെരിഫൈഡ് യൂസിങ് ഡാറ്റ, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ന്യൂട്ടന്റെ തേർഡിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു മാഷിൽ നിന്ന് ഒരു സാധനം നമ്മൾ എന്താണ് ഒരൊറ്റ ആക്ഷനിൽ വിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു റോഡ് ഒരു റോഡ് ട്രാഫിക്കിൽ നമ്മൾ ആ ഒരു പിന്നെ എക്സാമ്പിൾ നമ്മൾ എക്സ്പീരിയൻസ് തന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഒരു തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഡാറ്റ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ജനറൽ ഇനഫ്. ജനറൽ ഇനഫ് എന്ന് പറയുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ സൊല്യൂഷൻ, മൾട്ടിപ്പിൾ സിറ്റുവേഷൻ, പല പല കണ്ടെക്സ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ പറയപ്പെടുന്ന തിയറി എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പൊ എന്താണ് ഇതൊക്കെ എന്താണ്, ഓൾ ഓഫ് ദി അബവ് എന്താണ്, എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് തിയറി ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നോട്ട് എങ്ങനെ ഉണ്ടാക്കുക, നിങ്ങൾ ഗുഡ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് താഴെ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് പാർസിമോണിയസ്, ഇറ്റ് ഈസ് ടെസ്റ്റബിൾ, ഇറ്റ് ഈസ് ജനറൽ ഇനഫ്. ഓക്കെ, മൾട്ടിപ്പിൾ കണ്ടക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ MCQs അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ എഴുതിയെടുക്കുക അല്ല വേണ്ടത്. ഫൈൻ, യാ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ. എന്താണ്, വിച്ച് സയന്റിഫിക് മെത്തേഡ് ഫോളോസ് ദീസ് സ്റ്റെപ്സ്, ഒബ്സർവേഷൻ, ഡാറ്റ, പാറ്റേൺ, തിയറി. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇത് ഞാൻ പറയുന്നില്ല. ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതും. വിച്ച് സയന്റിഫിക് മെത്തേഡ് ഫോളോ ദീസ് സ്റ്റെപ്സ്. ആദ്യം ഒബ്സർവ് ചെയ്യുന്നു, അതിന് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിന് നമ്മൾ തിയറി ജനറേറ്റ് ചെയ്യുന്നു. ഇതിൽ ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാട്ടോ. യാ, ഇതെന്താണ്, ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോറിലേഷൻ അനാലിസിസ്. ഓക്കെ, കോറിലേഷൻ അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, കോറിലേഷൻ അനാലിസിസിൽ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, അസോസിയേഷൻ എമംഗ് വേരിയബിൾസ് ആണ്. ഓക്കെ, എന്താണ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഉദാഹരണത്തിന് എക്സൈസ് അതുപോലെ തന്നെ വെയിറ്റ്, രണ്ട് വേരിയബിൾ ആണ് അല്ലെ, രണ്ട് വേരിയബിൾ ആണ്. അപ്പോ എക്സൈസ് നമ്മള് ഒരുപാട് ചെയ്യുമ്പോൾ വെയിറ്റ് എന്താകുന്നു, വെയിറ്റ് കുറയുന്നു. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. നെഗറ്റീവ് സെക്കൻഡ്, നെഗറ്റീവ് അല്ല, നെഗറ്റീവ് കോറിലേഷൻ രണ്ടും താഴോട്ടേക്കാണ്. അതൊന്ന് കൺഫേം ചെയ്യാട്ടോ. ഞാൻ പറയാൻ വന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പറയാൻ വന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടാവും. കോറിലേഷൻ മെഷേഴ്സ് ദി സ്ട്രെങ്ത് ഓഫ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ്. അതായത് എക്സൈസ് കൂട്ടുമ്പോൾ വെയിറ്റ് കുറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഫുഡ് അതുപോലെ വെയിറ്റ്, ഇവിടെ എന്താണ്, ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നു. ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് കണ്ടോ നിങ്ങൾ, ഡയറക്ഷൻ കണ്ടോ, രണ്ട് തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ അതിന്റെ റിലേഷൻഷിപ്പ് ഡിഫറെന്റ് ആകും. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ആവശ്യമില്ല. അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ വൈയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കോറിലേഷൻ. രണ്ടും റിലേറ്റഡ് ആണ്, കോറിലേഷൻ, റൈറ്റ്. അപ്പൊ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അസോസിയേഷൻ എമംഗ് വേരിയബിൾസ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, കോറിലേഷൻ മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ അല്ലെ, ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു. അതെന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ ആണ്, റൈറ്റ്. അപ്പൊ ഡിഫറൻസ് എമംഗ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോക്കസ് ഓൺ കമ്പയറിംഗ് ഗ്രൂപ്പ്സ് ആണ്. അത് റിലേഷൻഷിപ്പ് അല്ല അല്ലെ. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യില്ല. ഈ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ജസ്റ്റ് കമ്പയർ ചെയ്യലല്ല, അത്
നമ്മൾ അതിന്റെ സ്ട്രെങ്ത്തും ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പും കണ്ടുപിടിക്കലാണ് ഈ പറയപ്പെടുന്ന കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റെഫേഴ്സ് ടു ചേഞ്ചസ് ബട്ട് നോട്ട് സ്പെസിഫിക്കലി റിലേഷൻഷിപ്പ്. അതെന്തല്ല, തെറ്റാണ്. ഓക്കെ, ഇത് രണ്ട് തെറ്റാണ്. ഇവിടെ എന്താണ്? ജസ്റ്റ് ചേഞ്ചസ് മാത്രം മെഷർ ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താണ്? കമ്പയറിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൃത്യമായിട്ടുള്ള അതിന്റെ ഡയറക്ഷനും അതിന്റെ സ്ട്രെങ്ത്തും ചെയ്യുന്നുണ്ട്. റിഗ്രഷൻ എമംഗ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിഗ്രഷൻ പ്രിഡിക്റ്റ് വാല്യൂസ്, നോട്ട് ജസ്റ്റ് അസോസിയേഷൻ. ഓക്കെ, റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂസ് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. അതിന് അസോസിയേഷനുമായിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല. റൈറ്റ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? അസോസിയേഷൻ എമംഗ് വേരിയബിൾസ് ആട്ടോ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? Which of the following statements are true in the context of hypothesis? ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്നതിൽ എന്താണ് ഇതിന്റെ ശരി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, hypothesis is a tentative statement needing confirmation. It provides probable explanation for a phenomenon. It must be testable. It shows relationship between variables. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്താ? ഓക്കെ, 1 2 3 4 സ്റ്റേറ്റ്മെന്റ്, 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ. ഓക്കെ, 5 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 4 1 2 3. ഹൈപ്പോത്തിസിസ് ഇസ് എ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നീഡിങ് കൺഫർമേഷൻ. അത് ശരിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രോബബിൾ എക്സ്പ്ലനേഷൻ ഫോർ എ ഫിനോമിനൻ. അതും ശരിയാണ്. ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റബിൾ. ഹൈപ്പോത്തിസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതും ശരിയാണ്. അപ്പൊ ഈ 4 പോയിന്റ്സും ഹൈപ്പോത്തിസിന്റെ കറക്റ്റ് ആണ്. 1 2 3 4. ഐ തിങ്ക് ഈ 5 എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല കേട്ടോ. 5 എന്ന് ഇവിടെ കാരണം 4 ഓപ്ഷൻസിലുള്ളൂ. അപ്പം 1 2 3 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1 2 3 4. അത് ഓപ്ഷനിൽ തന്നതിന്റെ പ്രശ്നമാണ്. കാരണം ഇവിടെ 1 2 3 4 4 ഉള്ളൂ. യാ, അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? ഇതെല്ലാം എന്താണ്? ഹൈപ്പോത്തിസിന്റെ എന്താണ്? ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഒരു അസംപ്ഷൻ ആണ് അല്ലെ. അതായത് എക്സ് വൈനെ ഇങ്ങനെ ബാധിക്കും, വൈ എക്സിനെ ഇങ്ങനെ ബാധിക്കും. അത് ആ അസംപ്ഷൻ, നമ്മളെ ഊഹം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ റിസർച്ചിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിലൊരു ഫൈനൽ റിസൾട്ടിലോട്ട് വരിക. റൈറ്റ്. പിന്നെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രോബബിൾ എക്സ്പ്ലനേഷൻ ഫോർ എ ഫിനോമിനൻ. ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റബിൾ ആയിരിക്കണം. ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആയിരിക്കും. ഹൈപ്പോത്തിസിന്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അത് ഡിഗ്രേഡ് ചെയ്യാനുള്ള പറയുന്നുണ്ട്, അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് എന്താണ്? കറക്റ്റ് ആൻസർ. A satisfactory statistical quantitative method should not possess which quality? ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അതിന് വേണ്ടാത്ത, ഓക്കെ, നോ ക്വാളിറ്റി, അതിന് വേണ്ടാത്ത ക്വാളിറ്റി ഈ പറയപ്പെടുന്നതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ അപ്രോപ്രിയേറ്റ്നെസ് അത് വേണം. ഓക്കെ, അപ്രോപ്രിയേറ്റ്നെസ് അത് വേണം, നിർബന്ധമായിട്ട് വേണ്ടുന്നതാണ്. മെഷറബിലിറ്റി നിർബന്ധമായിട്ട് വേണം. കമ്പാരബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഇല്ല കേട്ടോ. അപ്പോ അതേ സമയത്ത് ക്വാളിറ്റേറ്റീവ് എന്താണ്? ഫ്ലെക്സിബിലിറ്റി കൂടുതൽ റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവിന്റെ വീഡിയോ ചോദിച്ചുകൊണ്ട് കാണും. ഫൈൻ. അപ്പൊ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര സബ്ജക്റ്റീവ് ആണ് അല്ലെ. റിസർച്ച് ചെയ്യുന്ന ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതേ സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് എന്തല്ല? ഫ്ലെക്സിബിൾ അല്ല. റിജിഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരിക്കലും റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് സബ്ജക്റ്റീവ് ആയിട്ട് മാറുന്ന ഒരു ആസ്പെക്ട് അല്ല. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതല്ല, അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെ ക്വാളിറ്റി അല്ല. അപ്രോപ്രിയേറ്റ്നെസ് ശരിയാണ്, മെഷറബിലിറ്റി ശരിയാണ്, കമ്പാരബിലിറ്റി ശരിയാണ്, ഫ്ലെക്സിബിലിറ്റി എന്തല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു ആൻസർ അല്ല. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, പോസ് ചെയ്യാം, അവിടെ നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. എന്താണ്? ദി ആക്യുറസി ഓഫ് ദ റിസർച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മുടെ റിസർച്ചിന്റെ ആക്യുറസി എന്തിനെ ഡിപ്പെൻഡേറ്റ് ആണ്? ഓക്കെ, അൺബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ റിസർച്ചർ, സാമ്പിൾ സൈസ്, റിസർച്ച് മെത്തേഡ് അഡോപ്റ്റഡ്. ഡെഫിനറ്റ്ലി മൂന്നാണ് അല്ലെ. ഒന്നെന്താണ്? റിസർച്ചർ അൺബയാസ്ഡ് ആയിരിക്കണം. റിസർച്ചർ ബയാസ്ഡ് ആയോ, റിസർച്ചിന്റെ ആക്യുറസി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട്. ഞാൻ ചെയ്യുന്ന റിസർച്ചിൽ ഒരു തരത്തിലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? മാനിപ്പുലേഷൻ നടത്താൻ പാടില്ല. ചിലപ്പം എൻ്റെ അഭിപ്രായങ്ങൾക്കെതിരെയുള്ള റിസൾട്ട് ആകാം, എൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള റിസൾട്ട് ആകാം, എൻ്റെ കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടുള്ള റിസർച്ച് ആകാം. ദാറ്റ് ഡസൻ മാറ്റർ. എന്താണോ റിസൾട്ട് അത് സ്റ്റേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്? അൺബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് എന്താണ്? അത് ആക്യുറസി, റിസർച്ചിന്റെ ആക്യുറസി
ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് നിലനിന്ന് പോകാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ സാമ്പിൾ സൈസ് അല്ലെ. നമ്മള് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ഇപ്പം കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരതയുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന സമയത്ത് ഞാൻ ഒരു 400 സ്ത്രീകളിൽ റിസർച്ച് നടത്തുന്നതിന്റെ റിസൾട്ട് ആണോ കൂടുതൽ ആക്യുറേറ്റ് ആകുക, അല്ലെങ്കിൽ ഒരു 4000 സ്ത്രീകളിൽ റിസർച്ച് നടത്തുന്നതായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ആകുക? ഡെഫിനറ്റ്ലി 4000 സ്ത്രീകളിൽ റിസർച്ച് നടത്തായിരിക്കും കൂടുതൽ ആക്യുറേറ്റ് റിസൾട്ട് തരിക. അപ്പൊ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റിസൾട്ടിന്റെ ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൃത്യമായിട്ട് കൂട്ടാൻ പറ്റും. പിന്നെന്താണ് റിസർച്ച് മെത്തേഡ് അഡോപ്റ്റഡ് അല്ലെ. അതായത് എല്ലാ റിസർച്ചിനും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് എന്താ നമുക്കിപ്പം വളരെ ഫണ്ണി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ പുട്ടാണെന്നുണ്ടെങ്കിൽ കടല, റൈറ്റ്, അങ്ങനെ അങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള അപ്പാണെന്നുണ്ടെങ്കിൽ മുട്ടക്കറി. അതേപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർച്ചുമായിട്ട് നല്ല ഒരു ബന്ധമുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും. അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി കുറയും. അണ്ടർസ്റ്റുഡ്? യാ. അപ്പൊ റിസർച്ച് മെത്തേഡ്, അപ്പൊ ഓൾ ഓഫ് ദ അബവ് ആണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. പെർഫെക്റ്റ്. യാ, ഓൾ ഓഫ് ദ അബവ്. പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രെഡിക്ട് ദി കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. ഓക്കെ, എക്സ് എന്നുള്ള ഇത് രണ്ടും ഒരു വേരിയബിൾ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരെന്താ? നൾ ഹൈപ്പോത്തിസിസ്, എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് ആണ്, റൈറ്റ്. ഓക്കെ, എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ എന്താണ്? ഇറ്റ് പ്രെഡിക്റ്റ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള കോസും എഫക്റ്റും ആ ഒരു ബന്ധം കണ്ടുപിടിക്കുന്ന പ്രെഡിക്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ് അല്ലെ. ഇൻക്രീസ് ഇൻ അഡ്വർടൈസ്മെന്റ് ലെഡ് ടു ഹയർ സെയിൽസ് അല്ലെ. അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്താണ്? ഹയർ സെയിൽസിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നു. ഇതെന്താണ്? അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതാണ് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ്സ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് അല്ലെ. രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തിസിസ് അല്ലെ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെയിറ്റ് എന്നുള്ളത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം എന്താ? ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഫുഡ്, അതെന്താണ്? IV ആണ്, ഇതിന്റെ IV ആണ്. ഓക്കെ, ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് കൂട്ടുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എന്തിൽ ഡിപ്പെൻഡ് ആണ്? ഫുഡിൽ ഡിപ്പെൻഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്ട്രെസ് കൂടുമ്പോൾ എന്താണ്? വെയിറ്റ് കുറയും. അതെന്താണ്? അത് ഇതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ കേട്ടോ. അപ്പൊ കോസിനെ വിളിക്കുന്ന കോസ് ആണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, വേരിയബിൾസ് ഇതൊന്നും കേട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ്. ഇതുമല്ലാത്ത വേറെയും കുറച്ച് വേരിയബിൾസിനെ പറ്റി ഞാൻ എന്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇഫ് ഐ റിമെമ്പർ. യാ, അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. എക്സ്പെരിമെന്റൽ ഹൈപ്പോതെസിസ്. നെക്സ്റ്റ് എന്താണ്? To be confident that a cause and effect relationship exists, it is necessary to engage in naturalistic observation, develop a positive correlation, perform a controlled experiment, test for a negative correlation അല്ലെ. അതായത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്താണ് കോൺഫിഡന്റ് ആയിട്ട് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്നതിൽ എന്തൊക്കെ നെസസറി ആയിട്ട് വേണമെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? പെർഫോം എ കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉദാഹരണത്തിന് ഇപ്പോ ഞാനൊരു റിസർച്ച് ചെയ്യും. അതായത് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആൾക്ക് വെയിറ്റ് കൂടുന്നുണ്ട്. ഇത് ഒരു ഫാന്റസിക്കൽ എക്സാമ്പിൾ ആണ്. ഈ റിസർച്ചിങ് നിന്നാണ് നടക്കുക. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫുഡ് കഴിച്ചാല് വെയിറ്റ് എന്താണ്? ഫുഡ് കൂടുമ്പോൾ വെയിറ്റ് കൂടും. ഇവിടെ എന്താണ്? ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതെങ്ങനെയാണ് ഒരു കൺട്രോൾഡ് എക്സ്പെരിമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോ വെയിറ്റിനെ ബാധിക്കുന്ന വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സ്ട്രെസ് ഉണ്ട് അല്ലെ. സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെന്താണ്? ഈ ഉറക്ക കുറവല്ലേ, സ്ലീപ്പ് വെയിറ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്.
കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പം ഇപ്പൊ എനിക്ക് ഫുഡ് ആണോ വെയിറ്റിനെ ബാധിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അതിനെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇല്ലാതിരിക്കാനും വേണ്ടി ഞാൻ ശ്രദ്ധിക്കണം. ഇത് രണ്ട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഈ വെയിറ്റിനെ ബാധിക്കുന്നതിന് വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് സംഭവിക്കും. അപ്പൊ എന്റെ കോസ് ആൻഡ് എഫക്റ്റ് എന്തല്ല, സ്ട്രോങ് അല്ല. കാരണം എന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് ഒരു കോസ് ആയിരുന്നു, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് വേറെയും ഒരുപാട് കോസുകൾ സംഭവിച്ചു. അപ്പൊ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ അതിനെ ബാധിക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. വേറൊരു ഐവിയും ആ ഡിവിയെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം. അപ്പോ ഇതാണ് എന്ത്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, കൺട്രോൾ വേരിയബിൾസ് ടു എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻ. ഇപ്പൊ കറക്റ്റ് ആൻസർ പെർഫോം എ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് ആണ്. നാച്ചുറലിസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്സർവ്സ് ബിഹേവിയർ ബട്ട് കനോട്ട് പ്രൂവ് കോസേഷൻ. ജസ്റ്റ് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഷോ റിലേഷൻഷിപ്പ്. അത് കോസേഷനുമായിട്ടൊരു ബന്ധമില്ല. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് റിലേഷൻഷിപ്പ് ആണ്, കോസേഷനായിട്ട് ബന്ധമില്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? പെർഫോം എ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് ആണ്. അണ്ടർസ്റ്റുഡ്? യാ, പെർഫെക്റ്റ്. പിന്നെന്താണ്? Hypothesis cannot be stated in declarative terms, null hypothesis and question form terms, general terms, directional terms. ഇത് ഹൈപ്പോത്തിസിസില് ചെയ്യാൻ പാടില്ലാത്ത കനോട്ട് സ്റ്റേറ്റഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ക്യാൻ സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആൻസർ എന്താണ്? ജനറൽ ടേംസ് ആണ് അല്ലെ. നമുക്ക് ഒരിക്കലും ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറൽ ടേംസിൽ പറയാൻ പറ്റില്ല. ഫൈൻ, അതെന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ, കാരണം അത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത, കേരള വിമൺ ഫിനാൻഷ്യൽ ലിറ്ററസി, ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഏജ് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ പ്രായമുള്ള ആളുകളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി കുറവായിരിക്കും. ഇതെന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത ചില സ്ഥലങ്ങളിൽ കുറവാണ്, ചില സ്ഥലങ്ങളിൽ കൂടുതലാണ്, ചില സാഹചര്യങ്ങളിൽ കുറവാണെന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ ആണ്, സ്പെസിഫിക് ആയിട്ടില്ല. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു 50-60 വയസ്സ് അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത കുറവാണ്, അതേ സമയത്ത് പ്രായം കുറവുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത കൂടുതലാണ്. സ്പെസിഫിക് ആണ് ഹൈപ്പോത്തിസിസ്. അപ്പോ ഹൈപ്പോത്തിസിസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറൽ ടേംസ് ആയിരിക്കാൻ പറ്റില്ല. അതെന്തായിരിക്കണം? സ്പെസിഫിക്കും ക്ലിയർ ആയിരിക്കണം, നോട്ട് വേഗ്. ഓക്കെ, ഇപ്പൊ ഡിക്ലറേറ്റീവ് ടേംസ് പറയുമ്പോൾ എന്താണ്? ഹൈപ്പോത്തിസിസ് ഈസ് യൂഷ്വലി സ്റ്റേറ്റഡ് ഇൻ എ ഡിക്ലറേറ്റീവ് ഫോം. നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഫോം ടേംസ്. ഓക്കെ, ഹൈപ്പോത്തിസിസ് ഇസ് നോട്ട് ഫ്രെയിംഡ് ആസ് എ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഡയറക്ഷണൽ ടേംസ് ക്യാൻ ബി ഡയറക്ഷണൽ അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് ആകാം. ഓക്കെ, നമ്മൾ ഹൈപ്പോത്തിസിസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? അത് പോസിറ്റീവ് ഹൈപ്പോത്തിസിസ്, നെഗറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ദി വീഡിയോ ഇൻ മൈ ചാനൽ. ഫൈൻ, ഹൈപ്പോത്തിസിന്റെ സെഷൻ ഉണ്ടോ? യാ, ഇപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ജനറൽ ടേംസ്. ഓക്കെ, കനോട്ട് ബി സ്റ്റേറ്റഡ് ഇൻ ജനറൽ ടേംസ്. ബാക്കിയൊക്കെ എന്താണ്? ഹൈപ്പോത്തിസിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്? Which type of research would be least likely to include a research hypothesis? ലീസ്റ്റ് ലൈക്ലി ടു ഇൻക്ലൂഡ്. അത് റിസർച്ച് ഹൈപ്പോത്തിസിസിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ഇൻക്ലൂഡ് ചെയ്യാത്ത റിസർച്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇന്റർവെൻഷൻ റിസർച്ച്, അസോസിയേഷൻ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പെരിമെന്റ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആട്ടോ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഫാക്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ എസ്യൂം ചെയ്യണ്ട, ഓൾറെഡി അത് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തില്ല? അവിടെ ഹൈപ്പോത്തിസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതേസമയത്ത് ഇന്റർവെൻഷൻ റിസർച്ച് എന്താണ്? ടെസ്റ്റ് എഫക്റ്റ് ആണ്. അപ്പൊ എഫക്റ്റൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഹൈപ്പോത്തിസിസ് വേണം, അസോസിയേഷൻ വേണം അല്ലെ. റിലേഷൻഷിപ്പ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഹൈപ്പോത്തിസിസ് വേണം. എക്സ്പെരിമെന്റ് എന്താണ്? അവിടെ നമുക്ക് എന്ത് വേണം? ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വേണം. അതേസമയത്ത് ഡിസ്ക്രിപ്റ്റീവിന് എന്ത് വേണം? ഡിസ്ക്രൈബ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യാണ് ഒരു ഫാക്ട്. ഡിസ്ക്രൈബ് എ ഫാക്ട്. അപ്പൊ അത് അവിടെ ഓൾറെഡി നമുക്കൊരു ഫാക്ട് ഉണ്ട്, അത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹൈപ്പോത്തിസിന്റെ ആവശ്യം അവിടെ വരുന്നത്. അണ്ടർസ്റ്റുഡ്? അയ്യോ, ഒരു മിനിറ്റ്, സൗണ്ട് ഒക്കെ ആയോ? നെക്സ്റ്റ് എന്താണ്? എ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ നൾ ഹൈപ്പോത്തിസിസ് ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ. ഒരു മിനിറ്റ്, ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് ഇതുവരെ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, അത് ഞാനൊരു സങ്കടത്തോട് പറയുന്നില്ല. എന്റെ വീഡിയോസ് കാണുന്ന 70% ഓഫ് വ്യൂസും എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് പേയ്മെന്റ് ചെയ്യലോ അങ്ങനെയൊന്നുമല്ല അല്ലെ.
ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു ഫോർ മീ, റൈറ്റ്? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അതെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ മാത്രം, നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് സെയിം ആസ് റിസർച്ച് ഹൈപ്പോത്തിസിസ് സബ്ജക്റ്റീവ് ഇൻ നാച്ചുർ. ആ ഒരു ഓപ്ഷൻ ചില അത് ഇപ്പൊ ഞാൻ എന്റെ മോട്ടസിനെ കുറ്റം പറയല കേട്ടോ. നിങ്ങൾ നെറ്റിന്റെ ചില ക്വസ്റ്റ്യൻസ് കാണേണ്ട ഓപ്ഷൻസ് നമുക്ക് ചിരി വരും. കാരണം എന്താണ്, ഒരു ബന്ധം ഉണ്ടാവില്ല. ചില ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര എന്താ പറയുക, ഇല്ലോജിക്കലായിട്ട് അവർ ഓപ്ഷൻസ് ഇടുക. ഫൈൻ. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് പറയുമ്പോൾ എന്താണ്, നോ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് അല്ലെ. ഇവിടെ എന്താണ്, നോ റിലേഷൻഷിപ്പ്. നമ്മളെ റിലേഷൻഷിപ്പിൽ നമ്മളെ ഹൈപ്പോത്തിസിസ് എന്താണ്, നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്താണ്, അത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ when there is a difference then it is alternative hypothesis, right? പിന്നെ എന്താണ്, സബ്ജക്റ്റീവ് ഇൻ നാച്ചർ, അത് ഇതൊരു ബന്ധമില്ല. ഓക്കെ, ഇതൊരു ബന്ധമില്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, നോ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ് നൾ ഹൈപ്പോത്തിസിസ് ഉള്ളത്. ഓക്കെ, നൾ ഹൈപ്പോത്തിസിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്, ഡെവലപ്പ് ആൻഡ് പ്രോസസ്. ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ബ്രോഡിൽ നിന്ന് സ്പെസിഫിക് ആസ് ടേംസ് ഡിഫൈൻഡ്, ബ്രോഡിൽ നിന്ന് സ്പെസിഫിക്സ് ടു ഇൻക്രീസ് സിഗ്നിഫിക്കൻസ്. സ്പെസിഫിക് എന്നല്ല, ഒരിക്കലും അല്ല കേട്ടോ. കാരണം നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാകാം, കമ്പാരിറ്റീവ്ലി സാമ്പത്തിക സാക്ഷരത സ്ത്രീകൾക്ക് കുറവാണ്. ഞാൻ സ്ത്രീകൾ കുറവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അധിക്ഷേപിക്കുകയാണ്. അത് റിസർച്ചിലുള്ള ഫൈൻഡിങ്സ് ആണ്, ഓൾറെഡി റിസർച്ചിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത കുറച്ചും കൂടി കുറവാണ്. അതൊരു മോശമായിട്ട് പറയുന്നില്ല കേട്ടോ, അത് ഓൾറെഡി റിസർച്ചിലുള്ള കാര്യമാണ്. കേരളത്തിലെ മൊത്തത്തിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത കുറവാണ്. എന്ത് ചെയ്യണം, ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക നമുക്ക് പഠിച്ചൂടെ? അപ്പൊ ചിന്ത ഇങ്ങനെ പോയത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേമിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടേമിലേക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്താണ് അവസ്ഥ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യനോട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ ബ്രോഡറിൽ നിന്ന് സ്പെസിഫിക്കിലൂടെയാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യനിലോട്ട് എത്തുക, റൈറ്റ്? അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, ബി ആണ്, അല്ലെ? സോറി, എ ആണ്. ഓക്കെ, broad to specific as terms defined. Research starts broad and becomes focused. Broad to specific എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ട് ദ മെയിൻ റീസൺ. സ്പെസിഫിക് ടു പോർഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തന്നെ തെറ്റാണ്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, ബ്രോഡ് ടു സ്പെസിഫിക് ടേംസ് ആണ്. ഫൈൻ. ഇനി എന്താണ്, ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിസർച്ചബിൾ ക്വസ്റ്റ്യൻ. ഒരു റിസർച്ച് ക്വസ്റ്റ്യന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ക്യാരക്ടർ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, പോസിബിലിറ്റി ഓഫ് ഡാറ്റ കളക്ഷൻ ആയിരിക്കണം, കൊമേഴ്ഷ്യലൈസേഷൻ, സോഷ്യൽ ചേഞ്ച് ആയിരിക്കണം. എസെൻഷ്യൽ ഏതാണ്, പോസിബിലിറ്റി ഓഫ് ഡാറ്റ കളക്ഷൻ. അത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ആ ഒരു ഓപ്ഷൻ നമുക്ക് മനസ്സിലാവും. ഇൻട്രസ്റ്റിംഗ് ഒന്നല്ല, കൊമേഴ്ഷ്യലൈസേഷൻ അല്ല, സോഷ്യൽ ചേഞ്ച് അല്ല. നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കണം. കേരളത്തിലെ പ്രായം കുറഞ്ഞ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡാറ്റ കറക്റ്റ് അല്ലേ? നമുക്ക് കേരളത്തിലെ സ്ത്രീകളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഒരു 18 മുതൽ ഒരു 44 വയസ്സ് വരെയുള്ള ജെൻസി ജെൻ വൈ എന്നുള്ള രണ്ട് ഗ്രൂപ്പിൽ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആണ്. ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? പോസിബിലിറ്റി ഓഫ് ഡാറ്റ കളക്ഷൻ എന്താണ് അവിടെ, റൈറ്റ്? ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, റൈറ്റ്? റിസർച്ച് ഈസ് purposeful systematic activity conducted for purely academic purpose, conduct to answer questions about practical issues, a random unplanned process of discovery. ഓക്കെ, ഈ പറയപ്പെടുന്ന പോയിന്റിൽ റിസർച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇത് റിസർച്ചിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും. ഓക്കെ, സോ എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, സോ എന്താണ് എ പേർപ്പസ്ഫുൾ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, റൈറ്റ്? റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആക്ടിവിറ്റി ആണ്, റൈറ്റ്? അപ്പോൾ റിസർച്ച് നമ്മൾ ഒരു വിഷയത്തെ പറ്റി റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കേരളത്തിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്നുള്ള ഒരു വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വിഷയം ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ പ്രശ്നം നമ്മൾ ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസർച്ചിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം,
ആ ഒബ്ജക്റ്റീവ് സെറ്റിനനുസരിച്ച് നമുക്ക് ഡാറ്റ കളക്ഷൻ കണ്ടക്ട് ചെയ്യണം. ഡാറ്റ കളക്ഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത റിസൾട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഫൈൻഡിങ്സ് എഴുതണം, കൺക്ലൂഷനിലോട്ട് പോകണം. അപ്പൊ ഇതെന്താണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പോ അതാണ് ഈ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു, കണ്ടക്ടഡ് ഫോർ പ്യൂർലി അക്കാഡമിക് പേർപ്പസ് അല്ലെ. അക്കാഡമിക് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഏറ്റവും നമ്മൾ ഒരിക്കലും അത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും അല്ല. ഓക്കെ, റിസർച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അക്കാഡമിക് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല. അതെന്താണ്, ഒരുപാട് മേഖലകളിൽ ഇപ്പൊ ഈ പറയപ്പെടുന്ന ഒരുപാട് NGO-കള്, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങള്, ഗവൺമെന്റ്, ഓക്കെ, അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഈ പറയുന്ന റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അത് കേവലം അക്കാഡമിക് പേർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയിലെ ഗവേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പല പല കണ്ടെക്സ്റ്റുകൾ, പല പല പെർസ്പെക്റ്റീവുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓക്കെ, പിന്നെ എന്താണ്, കണ്ടക്റ്റഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മളൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ, അതിനുള്ളൊരു ആൻസർ മാത്രമല്ല ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്, നമ്മളെ ഒരു നോളജ് എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തിയറി മുന്നേ നമ്മുടെ അക്കാഡമിക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തൊരു തിയറി അത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് ആ ഒരു തിയറി ബേസ്ഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂസ് കണ്ടുപിടിക്കുക, അത് മാത്രമല്ല അതിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നോളജ് എക്സ്പാൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പിന്നെ എന്താണ്, തിയറി ബിൽഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് പുതിയ തിയറീസ് ഒക്കെ നമുക്ക് ഒരു റിസർച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ കണ്ടക്ടഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രാക്ടിക്കൽ ഇഷ്യൂ പറയുമ്പോൾ എന്താണ്, അത് തെറ്റല്ല, അത് അതിന്റെ ഒരു ഒരൊറ്റ ഫീച്ചർ മാത്രമാണ്. പക്ഷെ അതിന് പുറമെ വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിസർച്ചിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റാൻഡം അൺപ്ലാൻഡ് പ്രോസസ് ഓഫ് ഡിസ്കവറി ആണ്. അല്ല, റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, സിസ്റ്റമാറ്റിക് ആണ്. അതിന്റെ അപ്പുറം വേറെ എന്തില്ല, ഡിസ്കഷൻ ഇല്ല. റാൻഡം അല്ല, അൺപ്ലാൻഡ് അല്ല. റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി, കൃത്യമായിട്ടുള്ള സ്റ്റെപ്സുകളിലൂടെ, മുന്നേ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ റിസർച്ചിന്റെ ബേസിക് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് can be took as the main objective of research. Okay, ഈ പറയപ്പെടുന്നതിലെ മെയിൻ ഒബ്ജക്റ്റീവ്, ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ, ഈ ഒരു ക്വസ്റ്റിൽ ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്, ടു അച്ചീവ് റിസർച്ച് ഒബ്ജക്റ്റീവ്. ഓക്കെ, ടു ഗെറ്റ് വാലിഡ്, റിലയബിൾ, ആക്യുറേറ്റ്, ടൈംലി ആൻഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് സൊസൈറ്റി, ടു എക്സ്പാൻഡ് അവർ നോളേജ് ബേസ്, ടു ഗെയിൻ ഫെമിലിയറിറ്റി വിത്ത് ന്യൂ ഫിനോമിന. ഈ പറയപ്പെടുന്നതിൽ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് മൈൻഡിൽ ആൻസർ വരണേ നിങ്ങളുടെ. ഓക്കെ, എനിക്കത് സ്റ്റോപ്പ് ചെയ്ത് സമയം തരാന് ഇത്, കാരണം ഇത് റെക്കോർഡ് സെഷൻ ആണ്. അപ്പൊ നിങ്ങളെ മനസ്സിലാ സാധനം വരും. ഞാൻ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെറുതെ അവിടെ ഒരു ലാഗ് വരും. നിങ്ങൾക്ക് അത് പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ നിർത്താത്തത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. യാ, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? 1 2 3 4 and 5 ആണ്. ഓക്കെ, എല്ലാ ഓപ്ഷൻസും എന്താണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ, അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാട്ടോ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. ഈ രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? ടു അച്ചീവ് റിസർച്ച് ഒബ്ജക്റ്റീവ്, ടു ഗെറ്റ് വാലിഡ്, റിലയബിൾ, ആക്യുറേറ്റ്, ടൈംലി ആൻഡ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, ടു എക്സ്പാൻഡ് അവർ നോളജ് ബേസ്, ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് ന്യൂ ഫിനോമിന. ഓക്കെ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു റിസർച്ച് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ 1 2 3 4 and 5 എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ്, റൈറ്റ്? നെക്സ്റ്റ് എന്താണ്, എ ഗ്രാൻഡ് തിയറി. ഓക്കെ, പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഗ്രാൻഡ് തിയറി. എന്താണ് ഗ്രാൻഡ് തിയറി? എക്സ്പ്ലെയിൻസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് കോൺസെപ്റ്റ് ആണോ, ഈസ് ഹൈലി അബ്സ്ട്രാക്ട് ആണോ, ബ്രോഡ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഫിനോമിനൻ ഇൻ എ ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിനുള്ള ഒരു ഫിനോമിനന്റെ ബ്രോഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ്? ഇതിൽ ഏതാണ് ഗ്രാൻഡ് തിയറി എന്തുന്നത്, അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗ്രാൻഡ് തിയറി ഈ പറയപ്പെടുന്നതിൽ എന്ത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പൊ ഇത് ചില ആളുകൾക്ക് ഇതൊരു പുതിയ കോൺസെപ്റ്റ് ആകാം. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. സി MCQ is all about getting a new pattern of questions. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രാൻഡ് തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, explains the interrelationship among concept. Okay,
പിന്നെ എന്താണ് ഈസ് ഹൈലി അബ്സ്ട്രാക്ട് ആണ്. അതുപോലെ എന്താണ് ബ്രോഡ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഫിനോമിനൻ ഇൻ എ ഡിസിപ്ലിൻ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഈ പറയപ്പെടുന്ന ഗ്രാൻഡ് തിയറിയുടെ ഫീച്ചർ ആണ്. ഇത് മാത്രമല്ല കേട്ടോ, കാരണം ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ആൻസറിലും നോട്ട് കംപ്ലീറ്റ് ഡെഫിനേഷൻ, നോട്ട് സഫീഷ്യന്റ് അലോൺ, ഓക്കെ, ബട്ട് ഇൻകംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ റെഫർ ചെയ്യാം. ഓക്കെ, ഗ്രാൻഡ് ഫീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു പ്രശ്നമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഗ്രാൻഡ് തിയറിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ താല്പര്യം നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാൻഡ് തിയറിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇനി, കാരണം ഈ ആൻസറിൽ കംപ്ലീറ്റ് ഡെഫിനേഷൻ അല്ല, സഫീഷ്യന്റ് അല്ല, ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നില്ല. അപ്പൊ ഇത് മാത്രമായിരിക്കണം എന്നില്ല, മറ്റുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, യാ, സോ ഇതാണ് എന്ത് ഗ്രാൻഡ് തിയറിയുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് എക്സാക്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഐഡിയ ദാറ്റ് നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. ഈ പറയപ്പെടുന്ന റിസർച്ചുകളെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വഴി നമ്മൾക്ക് കിട്ടുന്ന നോളജിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, റാഷണലിസം, ഡിഡക്റ്റീവ് റീസണിങ്, ലോജിക്, എംപിരിസിസം. ഇതിൽ ഏതാണ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് നമുക്ക് നോക്കുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എംപിരിസിസം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റാഷണലിസം നമുക്ക് നോക്കാം. റാഷണലിസം എന്താണ്? ഫോക്കസസ് ഓൺ എ റീസൺ, നോട്ട് എക്സ്പീരിയൻസ്. അല്ലെ, എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നില്ല. റാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്യുന്നതല്ല, ഒരു റീസൺ ഫോക്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു കാരണത്തെ ഫോക്കസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു നോളജ് ആണ് ഈ പറയുന്ന റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺസേൺഡ് വിത്ത് ലോജിക് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലോട്ടുള്ള ആ ഒരു ലോജിക് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് ഒക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് MCQs കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോ കാണാതെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പൊ ഈ ചില കോൺസെപ്റ്റുകൾ, ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, പോസിറ്റിവിസം, അതൊക്കെ വരുന്നുണ്ട്. പോസിറ്റിവിസം ഒക്കെ ഈ നമ്മുടെ MCQs വരുന്നുണ്ട് ഡിസ്കഷന്റെ ഭാഗത്ത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോസ് ചെയ്യുക, എന്റെ ആ ഒരു വീഡിയോ കണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതും കൂടി കണ്ടു നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പോസിറ്റിവിസം ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റ MCQs അത് മൊത്തം പറയാൻ പറ്റില്ല, കാരണം അത്രയും സമയം അവിടെ വേസ്റ്റ് ആകുന്നുണ്ട്. ഓൾറെഡി കേട്ടൊക്കെ മടുപ്പാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടി കാണും. ഞാൻ എന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ തംബ്നെയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്റെ കോഴ്സിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കോഴ്സ് യൂട്യൂബില് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടാവും. അതിൽ ഈ പറയപ്പെടുന്ന എല്ലാ കോൺസെപ്റ്റും ഉണ്ട്, ഡീറ്റെയിൽ കാണാം കേട്ടോ. അപ്പൊ കറക്റ്റ്. പിന്നെ ലോജിക് എന്ന് പറയുമ്പോൾ എന്താണ്? എ ടൂൾ ഫോർ റീസണിങ്, നോട്ട് സോഴ്സ് ഓഫ് എ നോളജ്. അല്ലെ, ലോജിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റീസണിങ് ഉള്ള ടൂള് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലോജിക് എന്ന് പറയുന്നത്. അതേസമയത്ത് എന്തല്ല, അതൊരു സോഴ്സ് ഓഫ് നോളജ് അല്ല. ഓക്കെ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ടൂൾ ഫോർ റീസണിങ്. എംപിരിസിസം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നോളജ് ഇസ് ഡിറൈവ്ഡ് ഫ്രം സെൻസറി എക്സ്പീരിയൻസ്. കണ്ണ്, ഈ മൂക്ക്, നാവ്, ചെവി, ഇതിലൂടെയൊക്കെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സെൻസറി എക്സ്പീരിയൻസിനെ വിളിക്കുന്ന പേരാണ് എംപിരിസിസം. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഈസ് ട്രൂ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഡിഫൈനിങ് തിയറി? ഓക്കെ, ഈ പറയപ്പെടുന്നതില് തിയറി ഡിഫൈൻ ചെയ്യുന്നതിലുള്ള കണ്ടെക്സ്റ്റ് ഓഫ് ഓക്കെ, തിയറി എന്താണെന്നുള്ളതാണ് ബേസിക്കലി ചോദിക്കുന്നത്. എന്താണ് തിയറി എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, തിയറി ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? An organized body of concepts and principle to explain a phenomenon. ഓക്കെ, ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ കോൺസെപ്റ്റും പ്രിൻസിപ്പിളും ആണ് ഈ പറയപ്പെടുന്ന തിയറി എന്നുള്ളത്. ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ സപ്പോർട്ടഡ് ഓർ റിജക്റ്റഡ് ബൈ ഡാറ്റ ഡ്രൈവ്സ് ഫർദർ റിസർച്ച്. ഇറ്റ് ഈസ് ഓൾവേസ് കോൺട്രാഡിക്ടറി ടു റിലേറ്റഡ് ജനറലൈസേഷൻ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ പറയപ്പെടുന്നത് തിയറിയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? എ ആണ്. ഓക്കെ, an organized body of concept and principle to explain a phenomena, right? ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പെൻഡുലം ഇവിടുന്ന്
നമ്മളൊരു സ്പെസിഫിക് ഡിസ്റ്റൻസ് നമ്മളെ പെൻഡുലം റിലീസ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് വരെ പോയി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, അത് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് തന്നെ വന്നു. ഓക്കെ, അവിടെ നമുക്ക് ന്യൂട്ടന്റെ ലോ അവിടെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. നമ്മള് ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഇന്റൻഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ അതായത് നമുക്ക് ഒരു, ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് എനിക്ക് വാങ്ങണം. ആ ലാപ്ടോപ്പ് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, ആ ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. അണ്ടർസ്റ്റുഡ്? പിന്നെ എനിക്ക് എന്ത് വേണം, എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയൊക്കെ അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെന്ത് വേണം, അത് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം കൂടി വേണം. ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവും, ഒരു തോന്നലുണ്ടാവും. ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ തോന്നലാണ്. അപ്പൊ വാങ്ങിച്ചില്ല, പക്ഷെ തോന്നലുണ്ടാവും. അപ്പൊ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ വാങ്ങുന്നത്, സബ്ജക്റ്റീവ് നോം, അതുപോലെ തന്നെ എനിക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്, പോസിറ്റീവ് ബിഹേവിയർ കൺട്രോൾ, ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവും. ഇതൊരു തിയറിയാണ്. ഈ തിയറിനെ വിളിക്കുന്ന പേരാണ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഏതൊരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നിരുന്നെങ്കിലും അതിനെപ്പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു തിയറി വേണം. ആ തിയറിയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, ആൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ടു എക്സ്പ്ലെയിൻ എ ഫിനോമിനൻ. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഫോൺ വാങ്ങാനുള്ള ഇന്റൻഷൻ എങ്ങനെ ഉണ്ടാകുന്നത്, അതൊരു ഫിനോമിനൻ ആണ്. ഒരു ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഇന്റൻഷൻ, അത് ഒരു ആറ്റിറ്റ്യൂഡ് വഴി, സബ്ജക്റ്റീവിനോ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു ഫിനോമിനൻ, ആ ഒരു ഫിനോമിനോട് സംഭവിക്കും. റൈറ്റ്? അപ്പൊ ഇതെന്താണ്, ഇതൊരു തിയറിയാണ്. ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഇന്റൻഷൻ എനിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഫിനോമിനൻ സംഭവിക്കുന്നതിന് ഈ പറയപ്പെടുന്ന കാരണങ്ങളൊക്കെയാണ് റീസൺ. അണ്ടർസ്റ്റുഡ്? അതാണ് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. ഫൈൻ. ബാക്കിയൊക്കെ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ അതല്ല, അത് ഹൈപ്പോത്തിസിസ് ആണ് കേട്ടോ. യാ, ബൈ ഡാറ്റ. യാ, ഡ്രൈവ്സ് ഫോർ ദ റിസർച്ച് അതുമല്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഒന്നല്ല കേട്ടോ. ഇതാണ് കറക്റ്റ് ആൻസർ. ഫൈൻ. യാ, ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അത് ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഏതാ, ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ് ഹൈപ്പോത്തിസിസ്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ഡ്രൈവ്സ് ഫർദർ റിസർച്ച്. യാ, റിസർച്ച് ഇറ്റ് ഈസ് ഓൾവേസ് കോൺട്രാഡിക്ടറി ടു ജനറലൈസേഷൻ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എപ്പിസ്റ്റമോളജി റെഫേഴ്സ് ടു. യാ, എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നത്, a term specifically used in social science, a term used to study diseases, acceptable level of knowledge in a field of study, a type of interviewing technique. ഇതിൽ എന്താണ് എപ്പിസ്റ്റമോളജി എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് നോളജ് ഇൻ എ ഫീൽഡ് ഓഫ് സ്റ്റഡി, അതാണ് ഈ പറയുന്ന എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? യാ, അപ്പൊ ഇത് എന്തുകൊണ്ടല്ല, ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റ്? എന്താ പറയുന്നത്, ടേം യൂഷ്വലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് അല്ലെ. കാരണം എപ്പിസ്റ്റമോളജി സോഷ്യൽ സയൻസിൽ മാത്രം യൂസ് ചെയ്യുന്നതല്ല അല്ലെ, അത് ഈ പറയുന്ന സയൻസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ എപ്പിസ്റ്റമോളജി യൂസ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ സയൻസ് മാത്രമല്ല. പിന്നെന്താണ്, ടേം യൂസസ് ടു ഡിസീസ് അല്ല, അതല്ല. പിന്നെന്താണ് ഈ പറയപ്പെടുന്ന എപ്പിസ്റ്റമോളജി ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് നോളജ് ഇൻ എ ഫീൽഡ് ഓഫ് സ്റ്റഡി, കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ടെക്നിക് പോലെ, അത് ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആണ്. ഫൈൻ. കറക്റ്റ് ആൻസർ എന്താണ്, ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് നോളജ് ഇൻ എ ഫീൽഡ് ഓഫ് സ്റ്റഡി. റൈറ്റ്? ഇതെന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തിയറി. തിയറിയുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ആൻഡ് സമ്മറൈസിംഗ് കറന്റ് നോളജ്, മേക്കിംഗ് പ്രഡിക്ഷൻ, എക്സ്പ്ലെയിനിങ് ഫിനോമിനൻ, ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതാണ് ഒരു തിയറിയുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഒരു തിയറിയുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്, യെസ്, ഓൾ ഓഫ് ദ എബോവ് ആണ് അല്ലെ. എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ആൻഡ് സമ്മറൈസിംഗ് കറന്റ് നോളജ് അല്ലെ. ഒരു തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇന്റഗ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള നോളജ് അല്ലെ, ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ കറന്റ് നോളജ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. അത് തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താണ്, ഒരു തിയറി വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രിഡിക്ഷൻ ചെയ്യാൻ പറ്റുക. റൈറ്റ്? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങാൻ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന റീസൺസുകൾ കാരണമായിരിക്കാം ഒരു ഇന്റൻഷൻ ഉണ്ടാകുക. റൈറ്റ്? അപ്പൊ എന്താണ്, ഒരു മേക്കിംഗ് പ്രഡിക്ഷൻ ആണ്. ഫൈൻ.
പിന്നെന്താണ് അതുപോലെ തന്നെ എക്സ്പ്ലെയിനിങ് ഫിനോമിനൻ ആണ്, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയപ്പെടുന്ന തിയറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് തിയറിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. തിയറി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, യാ. പിന്നെന്താണ് മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് റിസർച്ച്? റിസർച്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി, ഇൻറ്റ്യൂഷൻ. ഇതിൽ ഏതൊക്കെയാണ് റിസർച്ചിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്? ഫൈൻ, കറക്റ്റ് ആൻസർ എന്താണ്? യാ, 1, 2 and 3 ആണ്. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. റിലയബിലിറ്റി വാലിഡിറ്റി ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, MCQs ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ കൂടി കണ്ടിട്ട് ആണെന്നുണ്ടെങ്കിൽ വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു. എക്സ്പ്ലനേഷൻ എന്താണ്? റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് ആണ്. നമ്മൾ റിസൾട്ടിന്റെ ഒരു കൺസിസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മെഷർമെന്റിന്റെ ആക്യുറസി. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ ഫ്രം ബയാസ്. സബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവോൾവ്സ് പേഴ്സണൽ ബയാസ്. ഇൻറ്റ്യൂഷൻ നോട്ട് എ സയന്റിഫിക് ആട്രിബ്യൂട്ട്, റൈറ്റ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്തല്ല, സോറി, ഈ രണ്ട് കാര്യങ്ങൾ ഫ്രീ ഫ്രം ബയാസ് ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ടിവിറ്റിയും ഇൻറ്റ്യൂഷനും എന്താണ്? ഇത് റിസർച്ചിൽ ഒരു കോർ ആട്രിബ്യൂട്ട് അല്ല. അതില് ഈ സബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റിസർച്ചിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ. പിന്നെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ആട്രിബ്യൂട്ട് അല്ല. ഫൈൻ. ഈ മൂന്നുമാണ് എന്ത്? കറക്റ്റ് ആൻസർ കേട്ടോ. റിലയബിലിറ്റി, വാലിഡിറ്റി, അതുപോലെ ഒബ്ജക്ടിവിറ്റി. ഫൈൻ. ഇത് റിസർച്ചിന് പ്രധാനപ്പെട്ട കോർ സയന്റിഫിക് ആട്രിബ്യൂട്ട്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഫ്രം സെവറൽ സ്റ്റഡീസ്, അല്ലെ? നമ്മള് ഒരുപാട് സ്റ്റഡിയിൽ നിന്ന് എന്താണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആ ഒരു അനാലിസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ. ഫാക്ടർ അനാലിസിസ് ഉണ്ട്, മെറ്റാ അനാലിസിസ് ഉണ്ട്, സിസ്റ്റമാറ്റിക് അനാലിസിസ് ഉണ്ട്, സബ്ജക്റ്റീവ് അനാലിസിസ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? മെറ്റാ അനാലിസിസ് ആണ്. ഓക്കെ. ഫാക്ടർ അനാലിസിസ് നമ്മൾ എന്താണ്? വേരിയബിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ഓപ്ഷൻ അല്ല. മെറ്റാ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പൈൻഡ് റിസൾട്ട് ഫ്രം മൾട്ടിപ്പിൾ സ്റ്റഡീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം വിമൻസ് ഫിനാൻഷ്യൽ ലിറ്ററസി, സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത എന്നുള്ള ഒരു റിസർച്ച് നടത്താൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു മേഖലയിൽ മുന്നേ എന്തൊക്കെ റിസർച്ചുകൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ നടന്നിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്കോപ്പസ് ഡാറ്റാബേസിൽ പോകും. സ്കോപ്പസ് ഡാറ്റാബേസിൽ പോയിട്ട് ആ ടോപ്പിക്കിനെ കൃത്യമായിട്ട് കീവേഡ്സുകളൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ഫോർ എക്സാമ്പിൾ ഒരു 400 സ്റ്റഡീസ് കിട്ടാമെന്ന് വിചാരിക്കും. 400 സ്റ്റഡീസ് കിട്ടും. ഈ 400 സ്റ്റഡീസിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ട് അതിന് നമ്മൾ കോമൺ ആക്കിയിട്ട് അതിൽ നമ്മൾ 400 സ്റ്റഡീസിന് യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജീസ്, അതിന്റെ യൂസ് ചെയ്ത തിയറീസ്, ഏത് രാജ്യങ്ങളിലേക്കാണ് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്, അതിന്റെ ഫൈൻഡിങ്സ് എല്ലാം കൂടി നമ്മൾ ഒരൊറ്റ സിംഗിൾ ഷീറ്റിലാകും. ഇങ്ങനെ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? യാ. കമ്പൈൻസ് റിസൾട്ട് ഫ്രം മൾട്ടിപ്പിൾ സ്റ്റഡീസ്. ഒരുപാട് സ്റ്റഡീസിൽ നിന്ന് നമ്മൾ എന്താണ് റിസൾട്ടുകൾ കമ്പൈൻ ചെയ്യാം. സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്റ്റാൻഡേർഡ് ടേം അല്ല. സിസ്റ്റമാറ്റിക് എന്താന്ന് ഞാൻ ആദ്യത്തെ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്തതാണ്. സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനാലിസിസ് ചെയ്യുക. അതുമായിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല. സബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ. സബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വിഷയത്തിന്റെ അനാലിസിസിനെ പറ്റി എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഡിഫറെന്റ് ആയിരിക്കും. അതാണ് സബ്ജക്റ്റീവ് അനാലിസിസ്. അത് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ കണ്ടക്സ്റ്റിന് അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് മാറും. അത് സ്റ്റാറ്റിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, ഒപ്പീനിയനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. റൈറ്റ്. അപ്പൊ അതിന് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? മെറ്റാ അനാലിസിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സെയിം കോൺസെപ്റ്റ് മെഷേർഡ് ഇൻ ഡിഫറെന്റ് വേസ് ഗിവിംഗ് സിമിലിയർ റിസൾട്ട്. ഒരു സിംഗിൾ കോൺസെപ്റ്റ് തന്നെ നമ്മൾ എന്താണ്? ഡിഫറെന്റ് വേയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യാണ്. അതിനെന്താണ്? സിമിലർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് വാലിഡിറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വാലിഡിറ്റി ഞാൻ ചെയ്തിട്ടില്ല. 1 സെക്കൻഡ്. ഐ ഹോപ്പ് ഐ ഹാവ് ഡൺ. യെസ്, 1 സെക്കൻഡ്.
സാമ്പിളിങ് വാലിഡിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് വാലിഡിറ്റിനെ പറ്റിയിട്ട് ഈ എല്ലാ വാലിഡിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ കോഴ്സിൽ വാലിഡിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി തമ്മിൽ ഉണ്ട്, കണ്ടാൽ ഞാൻ മനസ്സിലാവും കേട്ടോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി. അപ്പൊ ഇതിൽ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് ചോദിക്കുന്നത്. ഫൈൻ, കറക്റ്റ് ആൻസർ എന്താണ്? കൺവേർജന്റ് വാലിഡിറ്റി ആണ്. ഓക്കെ, ഇപ്പോ ഡൈവേർജന്റ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഷോ കോൺസെപ്റ്റ്സ് ആർ ഡിഫറെന്റ്. കോൺസെപ്റ്റ്സ് ഡിഫറെന്റ് ആയിട്ട് ഷോ ചെയ്യുന്നത് എന്താണ്? അതിനെ വിളിക്കുന്ന ആ വാലിഡിറ്റി വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് വാലിഡിറ്റി. ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രക്ട് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരുപാടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഇതൊരു പ്രാക്ടീസിങ് MCQs മാത്രമാണ്, എക്സ്പ്ലനേഷൻ മാരത്തൺ വീഡിയോ അല്ല. ഫൈൻ. അപ്പൊ എന്താണ്? അപ്പൊ നിങ്ങളുടെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺവേർജന്റ് വാലിഡിറ്റി എന്നത് ഡിഫറെന്റ് മെത്തേഡ്സ് ഗിവ് സിമിലർ റിസൾട്ട്. ആ ഒരു ടൈപ്പ് ഓഫ് വാലിഡിറ്റിനെ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ലുക്ക് അപ്രോപ്രിയേറ്റ് ഓൺ ദ സർഫേസ് അല്ലെ. നമ്മൾ ആ ഒരു റിസൾട്ടിന്റെ സർഫേസ് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രതലം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, അപ്രോപ്രിയേറ്റ് ആണെന്ന് മനസ്സിലാവും. അതാണ് ഈ പറയുന്ന ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇൻ വിച്ച് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഈസ്. നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്ച്വൽ ഫ്രെയിമിനെ വിളിക്കുന്ന പേരെന്താണ് ഈ പറയപ്പെടുന്നതിൽ? സിനോപ്സിസ് ആണോ, റിസർച്ച് ഡിസൈൻ ആണോ, റിസർച്ച് ഹൈപ്പോസിസ് ആണോ, റിസർച്ച് പാരഡിഗ്ം ആണോ? എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? റിസർച്ച് പാരഡിഗ്ം. ഓക്കെ, സിനോപ്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രീഫ് സമ്മറി ഓഫ് എ റിസർച്ച്. നമ്മൾ കൂടുതലും ഈ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ, അല്ല തീസിസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം വൈവക്ക് ശേഷം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിനോപ്സിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളെ തീസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കമ്മിറ്റുമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഈ സിനോപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡിയുടെ ഒരു പ്ലാൻ, റിസർച്ച് സ്റ്റഡിയുടെ ഒരു പ്ലാൻ ആണ് ഈ പറയുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോതിസിസ് ഒന്നും ഞാൻ പറയുന്നില്ല, ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈപ്പോതിസിസ് നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ഞാൻ പേടിപ്പിക്കുകയല്ല. ഹൈപ്പോതിസിസ് ഒക്കെ ഇതിന്റെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ആ ഒരു ഭാഗത്തൊക്കെ എന്ത് വന്നാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് റിസർച്ചിന്റെ അടിത്തറ എന്ന് പറയുന്ന അടിത്തറ എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ് വരുന്നതാണ് ഹൈപ്പോതിസിസ് ഒക്കെ. ഓക്കെ, പിന്നെന്താണ്? റിസർച്ച് പാരഡിഗ്ം എന്ന് പറയുമ്പോൾ എന്താണ്? ഓവറോൾ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഒരു റിസർച്ചിന്റെ എന്താണ്? ഓവറോൾ ആയിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനെ വിളിക്കുന്ന പേരാണ് റിസർച്ച് പാരഡിഗ്ം. ഓക്കെ, മെയിൻ എയിം ഓഫ് ഇൻഡിസിപ്ലിനറി റിസർച്ച്. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റിംഗിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റിംഗ് എന്താണ്? കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, എന്തുകൊണ്ട് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, അതുമായി ബന്ധപ്പെട്ട റിസർച്ചുകളാണ് മാർക്കറ്റിംഗ് നടക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെ. കാരണം സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗ പീപ്പിൾ തിങ്ക്, അവരുടെ തിങ്കും, അവരുടെ ഈ റിയാക്ഷന്, അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, എക്സ്ക്ലൂസീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സൈക്കോളജിയും മാർക്കറ്റിംഗും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസർച്ചുകൾ ഉണ്ടാവും, റൈറ്റ് അല്ലെ. അതുപോലെ തന്നെ ഫിനാൻസും എക്കണോമിക്സും കണക്ട് ചെയ്ത് ഇനി ഒരുപാട് റിസർച്ചുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ കൺസംഷനും എൻവയോൺമെന്റൽ സ്റ്റഡീസ് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് ഒരുപാട് നല്ല റിസർച്ചുകൾ ഉണ്ടാവും. ഫൈൻ. അപ്പൊ എന്താണ് മെയിൻ എയിം ഓഫ് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ചിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? ഹോളിസ്റ്റിക് അപ്രോച്ച്, റെഡ്യൂസ് സബ്ജക്ട് ഇമ്പോർട്ടൻസ്, ഓവർ സിംപ്ലിഫൈ പ്രോബ്ലം, ക്രിയേറ്റ് ട്രെൻഡ്. എന്തൊക്കെ ഓപ്ഷൻ ആണ്? ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് അല്ലെ. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുക, അതാണ് ഹോളിസ്റ്റിക് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് എന്തിനാ ചെയ്യുന്നത്? ഒരുപാട് ഡിസിപ്ലിൻസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്യണം. ഓക്കെ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ. റെഡ്യൂസ് സബ്ജക്ട് ഇമ്പോർട്ടൻസ്, ഒരിക്കലും അല്ല, തെറ്റാണ്, പൊട്ടത്തെറ്റാണ്. ഓവർ സിംപ്ലിഫൈ, അതും പൊട്ടത്തെറ്റാണ്. ക്രിയേറ്റ് ട്രെൻഡ്, പൊട്ടത്തെറ്റ്. ഓക്കെ, ഫൈൻ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ഫൈൻ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? എലോ ജനറലൈസേഷൻ, അതായത് റിസർച്ചിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഒരുപാട് ആളുകളിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് കണ്ടക്സ്റ്റിലോട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റി ജനറലൈസേഷൻ എന്നുള്ള വേർഡ് മീനിങ്.
ഇതിലെന്താണ് ബോത്ത് ട്രൂ, ബോത്ത് ഫോൾസ്, വൺ ഈസ് ട്രൂ, സെക്കൻഡ് ഫോൾസ്, വൺ ഫോൾസ്, സെക്കൻഡ് ട്രൂ. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? യാ, ബോത്ത് ട്രൂ ആണ്, റൈറ്റ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? യാ, അതെ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? എന്തുകൊണ്ട് സബ്ജക്ട് എന്ന് പറയാൻ കാരണം? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ അല്ലെ? ഞാൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഞാനിപ്പോ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കാം. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ ഹാപ്പിനെസ്, നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവസാന റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ പറയും ആ വ്യക്തി ഒരു 70% ഓഫ് ഹാപ്പി ആകാനുള്ള സാധ്യത ഉണ്ട്, ബാക്കി 30% സാഡാണ്. വേറൊരാള് വന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഇതേ സെയിം റിസർച്ച് നിങ്ങൾ നടത്തിയിട്ട് അയാൾ പറയും 40% അയാൾ ഹാപ്പിയാണ്, പക്ഷെ 60% അയാൾ സാഡാണ്. കാരണം എന്താണ്? ഹാപ്പിനെസ്, സാഡ്നെസ്, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സബ്ജക്റ്റീവാണ്, ആളുകൾക്കനുസരിച്ചിട്ട് മാറുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും അത് സബ്ജക്റ്റീവ് ആയിരിക്കും. അത് റിസർച്ച് ചെയ്യുന്ന ആളുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചിട്ട്, അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചിട്ട്, അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് എല്ലാം എന്ത് ചെയ്യും, അതിന് വ്യത്യാസങ്ങളുണ്ട്. അണ്ടർസ്റ്റുഡ്? ക്വാണ്ടിറ്റേറ്റീവ് അങ്ങനെയല്ല. കാരണം എന്താണ്? അത് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൈൻഡിങ്സ് ആണ്. അത് ആര് തന്നെ ചെയ്തു കഴിഞ്ഞാലും എന്റെ റിസൾട്ട്, നിങ്ങളോ ഈ ക്ലാസ് എടുക്കുന്ന എത്ര ആളുകളും നിങ്ങൾ സെമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ റിസൾട്ടേ കിട്ടും. ക്വാണ്ടിറ്റേറ്റീവ് ന്യൂമറിക്കൽ ആൻസേഴ്സ് എന്താണ്? സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലോ ജനറലൈസേഷൻ. ഓക്കെ, രണ്ടും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഫൈൻ. എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടോ, ഡാറ്റ അനാലിസിസ് ഉണ്ടോ, ഡിഡക്റ്റീവ് മെത്തേഡ്സ്. ഇതിൽ ഏതൊക്കെയാണ് ഇതിന് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. റിസർച്ച് മെത്തഡോളജി ഇൻക്ലൂഡ്സ് 1, 2 and 3, റൈറ്റ്. തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടാവും, ഡാറ്റ അനാലിസിസ് ഉണ്ടാവും. ഓൺലി ഡിഡക്റ്റീവ് മെത്തേഡ്സ് അല്ല. ഓക്കെ, ഈ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ ഓൺലി എന്ന് പറയുന്നതായിരിക്കും പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ. ഓക്കെ, ഇത് അധിക സമയത്തും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഫൈൻ. അപ്പൊ 1, 2, 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് എന്താണ്? ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിപ്പെൻസ് ഓൺ ഒരു റിസർച്ചിന്റെ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിന്റെ കോസ്റ്റ്, ടൈം, സ്കില്ല്, ടീം വർക്ക്, ഇത് ഏതൊക്കെ അനുസരിച്ചാണ്? ഓക്കെ, എന്താണ്? എല്ലാ ഫാക്ടേഴ്സും ഇതിന്റെ ഫീസിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഫീസിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ടൈം, സ്കില്ല്, ടീം വർക്ക്, ഈ 4 ഓപ്ഷൻസ് എന്താണ്? ഫീസിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന, ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ഫൈൻ. റീസൺസ് ആണ്, നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ഫീസിബിൾ സ്റ്റഡി ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? കോസ്റ്റ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. അല്ലെങ്കിൽ ഹയർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീസിബിലിറ്റി കുറയും, കുറവാണെന്നുണ്ടെങ്കിൽ കൂടും. ടൈം ഒരുപാടുണ്ടെങ്കിൽ ഫീസിബിലിറ്റി കൂടും. ഓക്കെ, അതിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് മോഡൽ ടെസ്റ്റിംഗ് റിസർച്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. ഒരു മോഡൽ ടെസ്റ്റിംഗ്, നമുക്കൊരു മോഡൽ ഉണ്ടാവും, ആ മോഡലിനെ നമ്മൾ എന്ത് ചെയ്യുക? റിസർച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിസർച്ച് കണ്ടെത്തി അതിനെ ടെസ്റ്റ് ചെയ്യുക. കാഷ്വൽ മോഡലിംഗ്, പ്രെഡിക്റ്റീവ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇതിൽ ഏതാണ് മോഡൽ ടെസ്റ്റിംഗ് റിസർച്ച് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? കാഷ്വൽ മോഡലിംഗ് ആണ്. കാഷ്വൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു തിയററ്റിക്കൽ മോഡൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ഡെവലപ്പ് ചെയ്ത തിയററ്റിക്കൽ മോഡല് നമ്മൾ ആ മോഡല് ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടെസ്റ്റ് ചെയ്യും. എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുമായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു മോഡല് ആ ഡാറ്റയുമായിട്ട് കണക്റ്റഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന കാഷ്വൽ മോഡലിംഗ് എന്ന് പറയാം. അതേ സമയത്ത് പ്രെഡിക്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോക്കസ് ഓൺ ഫോർകാസ്റ്റിംഗ്, നോട്ട് മെറ്റീരിയൽ ടെസ്റ്റിംഗ്. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രൈബ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡു നോട്ട് ടെസ്റ്റ് മോഡൽസ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ പുതിയൊരു കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ അതാണ് ഈ പറയുന്ന എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കാഷ്വൽ മോഡലിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. Yeah. So next question എന്താണ്? Research can be classified as basic applied action, quantitative and qualitative, philosophical, historical and experimental, all of the above. ഇതിൽ ഏതാണ് റിസർച്ച് നമ്മൾ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബവ് ആണ്, റൈറ്റ്.
ഒന്നെന്താണ് ബേസിക് അപ്ലൈഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അത് ടൈപ്സ് ബേസ്ഡ് ഓൺ പേർപ്പസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ പേർപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, പേർപ്പസ് ബേസ്ഡ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അത് അപ്രോച്ച് ബേസ്ഡ് ആണ്. ഓക്കെ, ഫിലോസഫിക്കൽ ഹിസ്റ്ററിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ എന്താണ് അത് മെത്തേഡ് ബേസ്ഡ് ആണ്. റൈറ്റ്, മെത്തേഡ് ബേസ്ഡ് ആണ്. റൈറ്റ്, ഇതാണ് എന്ത് ടൈപ്സ് ഓഫ് റിസർച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ മൂന്ന് ടൈപ്സുകളിലാണ് ഈ ഓരോ ക്ലാസ് സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. റൈറ്റ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ടോപ്പിക്സുകൾ ഈ പറയപ്പെടുന്ന ഹൈപ്പോത്തിസിസ് ഉണ്ട്, റിലയബിലിറ്റി വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എബ്രിവിയേഷൻസ്, പ്ലാഗേറ്റ്സ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകളുടെ MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ നെക്സ്റ്റ് ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള MCQസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ MCQസും അതുപോലെ തന്നെ നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. So that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.